ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. അപ്പോൾ ഇന്ന് തുടക്കം തന്നെ നമ്മുടെ അടുക്കള കാഴ്ചകളാണ്. ഞാനൊരു കറി ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇത് നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇത്തവണ കൊണ്ടുവന്ന ഒരു മൺചട്ടിയാണ്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യം ഉദ്ഘാടനം നമ്മൾ നടത്തിയത് കടച്ചക്കയും ചെമ്മീനും കൂടെ ഒരു തീയലാണ് വെച്ചത്. അപ്പോൾ ഇത് ചിക്കൻ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് ഈ മൺചട്ടിയിൽ പാചകം ചെയ്യാനായിട്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷേ ഇവിടുത്തെ ചട്ടികൾ എനിക്കെന്തോ ഈ ഷേപ്പും ഇങ്ങനത്തെ ഷേപ്പൊന്നും എനിക്ക് കാര്യമായിട്ട് ഞാൻ കാണാറില്ല. വേറൊരു കുറച്ചും കൂടെ കുഴിയുള്ള ടൈപ്പൊക്കെയാണ്. അപ്പോൾ അതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ ആയതുകൊണ്ട് പിന്നെ ഞാനൊരു പ്രാവശ്യം ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ ആ ചട്ടി എനിക്ക് ഒരു സുഖമായില്ല. എൻ്റെ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ചട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത്. അപ്പോൾ എൻ്റെ മൺചട്ടികളുടെ കളക്ഷനിൽ 1-2 ചട്ടികളും കൂടെ ഞാൻ ഇത്തവണ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. അങ്ങനെ ആദ്യം പെരുംജീരകം ഇട്ട് പൊട്ടിച്ച്, പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കല്ലിൽ ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതൊക്കെ ഇട്ടു. അങ്ങനെ ചിക്കൻ കറിയുടെ ഫസ്റ്റ് പ്രിപ്പറേഷനാണ്. പെരുംജീരകം ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക രുചി കേട്ടോ. ഞാൻ എഗ്ഗ് നമ്മൾ മുട്ടക്കറി വയ്ക്കൂലേ, അപ്പോഴും ഇതുപോലെ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ നമ്മുടെ മൺചട്ടിയിൽ ഈ സ്റ്റീലിൻ്റെ കയ്യിലുണ്ടല്ലോ തവി, അതെടുത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ചിരട്ടക്കയിൽ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. പക്ഷേ ചിരട്ടക്കയിലൊന്നും എൻ്റെ അടുത്ത് വലിയ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഇവിടെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. വിയർത്ത് കുളിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെന്നൈയുടെ ക്ലൈമറ്റിൽ നമ്മൾ വിയർത്ത് കുളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് വെറുതെ ഒരു ഇപ്പം നമ്മൾ വിയർത്ത് കുളിക്കുക എന്നുള്ളതൊരു വേർഡിങ് ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നതല്ല, അത് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ലിറ്ററലി അത് വിയർത്ത് കുളിക്കുക എന്ന് തന്നെയാണ്. മൊത്തം ഒരു കുളിച്ച ഫീലിംഗ് ആണ് വിയർത്തിട്ട്. അപ്പോൾ അത്ര ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ കുക്കിങ്ങൊക്കെ ഞാൻ പൊതുവേ ഇപ്പോൾ കുറവാണ്. എന്തെങ്കിലും തോന്നിയാൽ പോലും നമുക്ക് ചെയ്യാൻ തോന്നില്ല. ചൂടത്ത് നിന്ന് ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും മനസ്സ് വരില്ല. അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഒരു 1-1.5 ആഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ മൂപ്പിക്കും കേട്ടോ. കരിഞ്ഞിട്ടില്ല, അത് കരിയണ്ട, നല്ല ബ്രൗണിഷ് കളറാക്കി എടുക്കും. എനിക്കതാണ് ഇഷ്ടം. അത് നന്നായിട്ട് മൂക്കണം. മൂത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സവോള ഇടുള്ളൂ. അപ്പോൾ അടിക്ക് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ ചിക്കൻ ഇങ്ങനെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് നാരങ്ങ നീരാണോ ഞാൻ വിനാഗിരിയാണോ ഒഴിച്ചതെന്ന് മറന്നുപോയി. ഇതിലേതോ ഒന്നൊഴിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് പൊടികൾ ഇടുന്നത്. ഇനി പൊടികളല്ലാതെ മൂപ്പിച്ച് വേണമെങ്കിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ആദ്യം എപ്പോഴും ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇടും. ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേ ഞാൻ പിന്നെ മുളക് പൊടി ഇടുള്ളൂ. കാരണം ഇത് ശരിക്കും മൂത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കറിക്കൊരു കളറ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് വരാത്ത പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ആദ്യം നല്ലോണം മൂക്കണം. അത് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നന്നായിട്ട് കറിയിലിടുമ്പോൾ ശരിക്കും മൂത്തിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി ഒരു കുത്ത ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ മസാലപ്പൊടികളോ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇടാറ്. അപ്പോൾ പച്ചമുളക് ഇടാൻ ഞാൻ മറന്നുപോയായിരുന്നു. എനിക്ക് ചിക്കൻ കറിയിലും ഞാൻ ഇറച്ചിയൊക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ എരിവ് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ അമ്മ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. കൂടുതൽ എരിവിന് കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കുമായിരുന്നു മുളക് പൊടിയേക്കാളും. അപ്പോൾ അങ്ങനെ ശീലമുള്ളത് കൊണ്ടാണോ കണ്ട് ശീലിച്ചത് കൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ഞാനും അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ് കേട്ടോ. പിന്നെ മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഞാൻ കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കാൻ നോക്കും. നമ്മൾ പൊടി യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് പച്ചമുളക് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ
നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നത് കുറേയൊക്കെ സത്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം അങ്ങനെ വന്നതാണ് എനിക്ക്. നല്ല ഒരു ശീലമായത് കാരണം നമുക്ക് നല്ലതാണ്. നമ്മൾ മോശമായിട്ടാണ് ശീലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വിപരീത ഫലമായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ പിന്നെ മുളക് പൊടി ഇട്ടു. കാശ്മീരി ഞാൻ എല്ലാ കറികൾക്കും എനിക്ക് കാശ്മീരിയും കൂടെ വേണം കേട്ടോ. കാരണം ഇവിടെ ആർക്കും അധികം എരിവ് പറ്റില്ല. എൻ്റെ പുത്രിയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ എരിവ് അധികം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ നല്ല എരിവ് കഴിച്ച് ശീലിച്ച ആളാണ്. പക്ഷേ ഇപ്പം ഞാൻ തനിയെ കുക്ക് ചെയ്യാൻ, ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞാൻ തനിയെ കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് എരിവ് വളരെ കുറവാണ്. അപ്പം ഞാൻ അങ്ങനെ ശീലിച്ച് കുറച്ച് വർഷമായത് കാരണം ഞാനും ആ എരിവിനോടങ്ങ് ഇണങ്ങി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇടാൻ പോകുന്ന പൊടി മീറ്റ് മസാലയാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ഷൈച്ചേട്ടൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഈ പൊടികൾ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു മില്ലാണത്. മില്ലെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. മില്ലെന്നൊക്കെ പറഞ്ഞ് കൊച്ചാക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തരുന്ന ഒരു ബ്രാൻഡാണത്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അവിടെ മീറ്റ് മസാല കണ്ടു. ഗരം മസാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ. ഞാൻ ഗരം മസാലയൊന്നും അങ്ങനെ വാങ്ങിക്കാത്തതാണ് പുറത്തുനിന്ന്. പക്ഷേ അവിടെ നിന്ന് ഞാൻ ചുമ്മാ ഒന്ന് വാങ്ങിച്ചു നോക്കി. നല്ല മസാല, അതായത് അതിൻ്റെ കൂട്ടിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ മീറ്റ് മസാലയും കൂടെ വാങ്ങിച്ചു. പക്ഷേ മീറ്റ് മസാല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഗരം മസാലയാണ് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കലർപ്പില്ലാതെ നല്ല പ്യുവറായിട്ട് നമുക്ക് കിട്ടും. ഇച്ചിരി വില കൂടുതലാണ്, എന്നാലും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച മീറ്റ് മസാലയാണ്. മീറ്റ് മസാല അധികം വേറൊരു ബ്രാൻഡും അങ്ങനെ ഞാനധികം ഉപയോഗിക്കാറില്ല. പിന്നെയും ഞാൻ ഈസ്റ്റേണിൻ്റെ ഉപയോഗിക്കാറുണ്ട് മീറ്റ് മസാല. ചിക്കൻ മസാലയൊന്നും ഞാനധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് മീറ്റ് മസാല അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ ഈ വാങ്ങിച്ചതായതുകൊണ്ട് ഞാനിതിലിട്ടു. പക്ഷേ നമ്മൾ ആ ഗരം മസാലയിൽ വേവുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ശീലിച്ചതും അങ്ങനെ തന്നെയാണ് കേട്ടോ. മീറ്റ് മസാല അങ്ങനെ ഇതിൻ്റെ ചിക്കന് വേറെ മസാല അങ്ങനെയൊന്നും വീട്ടിലധികം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. പിന്നെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തി വാങ്ങിച്ച ചപ്പാത്തിയാണ് ഉപയോഗിച്ചത്. ഞാനധികം വാങ്ങിക്കാറില്ല. പക്ഷേ ഈ ചൂടത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വൈകുന്നേരം, രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല, വൈകുന്നേരം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചൂളയിൽ ഈ ഇഷ്ടികയൊക്കെ ഇങ്ങനെ ചൂളയിൽ വെച്ച് ബേക്ക് ചെയ്ത പോലെ എടുക്കില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ ഒരു എഫക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി വാങ്ങിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാനതൊന്ന് അടച്ചു വെച്ച്, പിന്നെ നമുക്ക് ഈ ഹൈ ഫ്ലെയിമിലൊന്നും ഈ മൺചട്ടി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ പച്ചക്കായ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കായാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ നേന്ത്രൻ കൊലയിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പഴുപ്പിച്ചു, കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് അത് ഇങ്ങനെ കറിയിലിട്ട് തീർത്തു. നമുക്കിവിടെ പച്ചക്കായൊന്നും അങ്ങനെ ഇവിടെ കിട്ടാറില്ല. നമ്മൾ താമസിക്കുന്നിടത്ത് കിട്ടാറില്ല കേട്ടോ. കിട്ടുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പക്ഷേ അത് ഇന്നിപ്പോൾ കൊണ്ടുവന്ന് ഇന്ന് അപ്പം തന്നെ ഉണ്ടാക്കണം. അപ്പം തന്നെ ഒരു ചെറിയൊരു ചെനപ്പായി ഉണ്ടാകും. കാരണം പഴത്തിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് പച്ച നോക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യണം. അതും ചെറിയൊരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ചിക്കൻ കറിയും പച്ചക്കായ ഇട്ട് ചിക്കൻ കറി വെക്കാം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാനങ്ങ് വെച്ചതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ആ മൺചട്ടിയിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. ആ ചട്ടിയുടെ ഒരു പുകചൊവയോ അങ്ങനെ എന്തൊക്കെയോ അതിൽ ചേർന്നുകൊണ്ടായിരിക്കാം. പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വീക്കെൻഡിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു തിയേറ്ററിൽ പോയേക്കുവാണ്. അപ്പോൾ പാറു വന്ന പാടെ അവിടെ കയറി ഇരുന്നിട്ട് കാലക്കാട്ടിങ്ങനെ ഇരിക്കുകയാണ്. ദൃശ്യം 3 കാണാൻ പോയതാണ് കേട്ടോ. അപ്പം ദൃശ്യം 1ഉം 2ഉം തിയേറ്ററിൽ പോയി കണ്ടവരായിരിക്കും എല്ലാവരും. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ 3യും കൂടെ കാണാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ 1 വീക്ക് ആവുന്നതിന് മുന്നേ പോയി കണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഞാനിപ്പം പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിട്ട് 1.5 ആഴ്ചയൊന്നുമല്ല, അതിലും കുറേ മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആ തിയേറ്ററിൽ കയറിയപ്പോൾ ആരും ഇല്ല, ഒരു കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ആരും ഇല്ല ഇവിടെ ഒന്നും കാണാനായിട്ട്, ചെന്നൈയിലൊന്നും ആർക്കും ദൃശ്യം 3 കാണണ്ടേ, മലയാളികളൊക്കെ എവിടെ പോയി ഇവിടുത്തെ എന്നൊക്കെ ഞാൻ ഷൈച്ചേട്ടനോട് പറഞ്ഞേ. അത് കഴിഞ്ഞ് സിനിമയുടെ ആ ഒരു ടൈം എന്നോട് ഷൈച്ചേട്ടൻ അങ്ങനെയായിരുന്നു പറഞ്ഞത്, 11:30 അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടം പോലെ ആൾക്കാർ കയറി ഫുള്ളായി. അങ്ങനെയായിരുന്നു പടം. നല്ല പടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതിലെ ഫാദർ ഉണ്ടല്ലോ മോഹൻലാൽ എന്നുള്ള, അതുപോലെ നമ്മുടെ ഫാദറും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. കാരണം അത്രയും ഒരു മകൾക്ക് വേണ്ടിയിട്ട് അത്രയും ഇങ്ങനെ ഒരു ഏത് ലെവലിൽ പോകാനും തയ്യാറായിട്ടുള്ള ഒരു ഫാദർ. അപ്പോൾ ഓരോ പെൺകുട്ടികളും ആഗ്രഹിച്ചു പോകുന്നൊരു ഫാദറാണ് അതിൽ ദൃശ്യത്തിൽ 3 മോഹൻലാൽ. 1ഉം 2ലും അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ഇതിലും എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നാളുകളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ, എനിക്ക് ബിലാലിൽ പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആതിര, ആളുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആളെ അവിടെ പോയി ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഷൈച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിലാൽ നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ. ആളും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ബിലാലിൽ കയറിയതാണ് കേട്ടോ, ECRലുള്ള ബിലാലിൽ. അങ്ങനെ ബിലാലിൽ കയറി ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഒരു മട്ടനും ഒരു ചിക്കനും ഓർഡർ ചെയ്തു. രണ്ടും കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, എനിക്കങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു, പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ ഒപ്പം. ഒരു റൈത്ത, പിന്നെ നമ്മുടെ വഴുതനങ്ങയുടെ ഒരു ഇത് കിട്ടുമല്ലോ ഇവിടെ, അപ്പോൾ അത് സാലിന മാതിരി അതും, പിന്നെ ഒരു പായസവും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല വിശന്നാണ് വന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പാറുവിന് ഇച്ചിരി അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു, പാറു കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. എന്നാലും കുറച്ച് ഞാൻ നിർബന്ധിച്ചൊക്കെ കൊടുത്തു, റൈസ് മാത്രമേ കഴിക്കുള്ളൂ ആൾ. അങ്ങനെ അവളും ഇച്ചിരിയൊക്കെ കഴിച്ചു. ഇച്ചിരി നമുക്ക് ആ ഒരു ചെന്നൈ ഒരു സ്റ്റൈൽ ബിരിയാണിയുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, അല്ലാതെ തലപ്പാക്കട്ടി അങ്ങനെ ഒന്നും ആ ഒരു ഇതൊന്നും ഇല്ല, വേറൊരു ടൈപ്പ് മസാലയായിരുന്നു. മോശമൊന്നും പറയാനില്ല, ആൾ ഭയങ്കര അടിപൊളിയാണെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത്തിരി എരിവായത് കാരണം പുള്ളിക്കാരിക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പം ഞാൻ കയറുന്ന സമയത്ത് എനിക്കങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഉള്ള ഒരു വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഇറങ്ങിയപ്പോൾ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിതാ വീട്ടിൽ പോവാണ്. അപ്പം ഇപ്പം ചെന്നൈയിൽ നമുക്ക് പുറത്തൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഇതുപോലെ കണ്ണിങ്ങനെ കുഴിഞ്ഞിരിക്കും എല്ലാവരുടെയും. കാരണം വെയിൽ അതുപോലെയാണ്, വെയിൽ കാരണം നമുക്കൊന്ന് കണ്ണ് തുറന്നു പിടിക്കാൻ പോലും പറ്റില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, അത്ര വെയിലാണ്. എന്തായാലും നമുക്ക് ഈ വെയിലിനെയും നമ്മൾ ഇതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ ഇതും കടന്നു പോയി നമ്മൾ നല്ല ക്ലൈമറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എനിക്കിവിടെ ഒക്ടോബർ ആവുന്നതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സമയം, ഒക്ടോബർ തൊട്ടിട്ട് ഫെബ്രുവരി വരെ സൂപ്പർ ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ട് പോവാണ്. പാറു കാറി കയറിയിട്ട് പാട്ടിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യാണ് കേട്ടോ, കുറേ സ്റ്റെപ്പൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരി. അപ്പം ഞാനതിന് പാറുവിനിങ്ങനെ ഓരോ പാട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പിരിയേറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. പിന്നെ പുതിയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ലല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.